ഗപ്പികളുടെ ടാങ്ക് ഒന്ന് മാറ്റിയായിരുന്നു. കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു ഫ്രിഡ്ജ് ബോക്സ് ഗപ്പികൾക്ക് വേണ്ടി എടുത്താൽ. ഇതാണ് നമ്മുടെ ടാങ്ക് സെറ്റപ്പ്. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്ന നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോയറാണ്. ടയോഡ ഗോൾഡ് ഫിഷ് ഫ്ലേക്സ് ആണ്. ഇതാദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് ടയോഡ ഗോൾഡ് ഫിഷ് ഫ്ലേക്സ്. ഇതാണ് നമ്മുടെ ഫ്ലേക്സ്. പല നിറത്തിലുള്ള ഫ്ലേക്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ഫിഷിന് കൊടുത്ത് നോക്കാം. കഴിക്കുക നോക്കാം. ഇതാണ് നമ്മുടെ ബ്രൂഡ്. ഒരു മെയിലും 3 ഫീമെയിലും. ആർട്ടിമിയ അല്ലെങ്കിൽ സ്പൈറലിനയുടെ കണ്ടന്റ് ഇതുവരെ ഒന്നും കാണിക്കുന്നില്ല. ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. ഇതിൽ MRP എഴുതിയിരിക്കുന്ന 250 രൂപയാണ്. പക്ഷേ ഇത് 90 രൂപക്കാണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഫ്ലേക്സിൻ്റെ രൂപം. പല കളറിലാണുള്ളത്. മിക്സഡ് ഗപ്പികൾക്ക് വേണ്ടിയുള്ളൊരു ടാങ്കാണ്. അപ്പോൾ ഇതിൽ ഹൈബ്രിഡിൻ്റെ തന്നെ പല വെറൈറ്റീനായിട്ട് ഞാൻ മിക്സഡ് ആക്കിയ ഒരു ടാങ്കാണ്. ഇവർക്ക് ഇട്ട് കൊടുക്കുക. അവർ കഴിക്കുന്നുണ്ടോ നോക്കാം. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഡാർക്ക് കളറാണ് വെള്ളം. ഇതിലും നമ്മൾ വാഴയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഫ്യൂസ് ഉണ്ടാകാൻ വാഴയില നല്ലതാണ്. പിന്നെ ഒരു 10 ദിവസത്തോളം ഈ കൊണ്ടുവരുന്ന ഫിഷിന് നമ്മൾ ഒരു ഫുഡും കൊടുത്തില്ലെങ്കിലും അവർക്ക് കഴിക്കാനുള്ള നല്ല ലൈവ് ഫുഡ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാകും. പിന്നെ അതിലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദൂര സ്ഥലത്തേക്ക് എവിടെയെങ്കിലും ഒരു 5-6 ദിവസം പോയി വീട്ടിൽ ഫുഡ് ഇട്ട് കൊടുക്കാൻ ആരുമില്ല. ഫിഷിന് ഫുഡിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരുപാട് ലൈവ് ഫുഡ് ഡെയിലി ഇട്ടിരിക്കുന്ന ജൈവവസ്തുക്കളിൽ നിന്ന് ടാങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒട്ടനേകം സൂക്ഷ്മജീവികൾ ഇതിൽ നിന്ന് നമുക്കുണ്ടാകും. പിന്നെ മെയിനായിട്ട് ഇതിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ടാനിൻ നമ്മുടെ മത്സ്യങ്ങൾക്ക് കളറ് കാര്യങ്ങൾ കൂടാനും രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ വലിയ ചിലവുമില്ല. നമ്മൾ എല്ലാ ദിവസവും കഴുകി ശുദ്ധമായ ഒരു ജലത്തിൽ കൊണ്ടിടുന്ന മീൻ എപ്പോഴും സ്ട്രെസ്സായിരിക്കും. രോഗങ്ങൾ വരും. 2 ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ ഫിഷുകൾക്ക് ഏറ്റവും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ സംവിധാനങ്ങൾ നമ്മൾ തന്നെ റെഡിയാക്കിയെടുക്കും. ഇത് രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ. ഇത് ഗ്രോവലിൻ്റെ സൈസ് എത്ര എനിക്കറിയത്തില്ല. ഈ എഡിബിൾ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, വരാൽ, നട്ടർ, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡാണിത്. വളരെ വിലക്കുറവാണ്. എന്നാൽ അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ചാണ്.